നമ്മൾ മലയാളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ ഏതറ്റത്ത് ചെന്നാലും അവിടെ ഒരു മലയാളിയെങ്കിലും കാണുമെന്ന് പറയും. ഈ ഒരു മലയാളി അവിടെ എത്തിയത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു മലയാളിയുടെ ഉപദ്രവം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയാളിയുടെ സഹായം കൊണ്ടോ ആയിരിക്കും. കാരണം ഇതിന് രണ്ടിനുമുള്ള വകുപ്പ് നമ്മൾ മലയാളിയിലുണ്ട്. ഈ OLX-ലൊക്കെ വിൽക്കാനിട്ടേക്കുന്ന സാധനത്തിന്റെ പോലെ മലയാളിക്കും ഉണ്ട് കുറെ സവിശേഷതകൾ. മലയാളിയുടെ ഒരു പ്രധാന സാധനമാണ് സംശയം. ഇപ്പൊ നിസ്സാരം പറയുകയാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൂടെ തന്നെയാണോ പാട്ട് കേൾക്കുന്നതിന് സംശയം. ഹോട്ടലിൽ റൂം എടുത്തു കഴിഞ്ഞാൽ അവിടെ ക്യാമറ ഉണ്ടോ എന്ന് സംശയം. ഇതിനൊക്കെ പുറമെ ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം. ഇനി ഇവർ രണ്ടുപേരുടെ പുറത്തെങ്ങാനും പോയി കഴിഞ്ഞാൽ ഇവര് ഭാര്യയും ഭർത്താവുമാണോ എന്ന് കാണുന്നവന് സംശയം, സദാചാര സംശയം. മലയാളികൾക്ക് കറണ്ടിനോട് പോലും ആക്രാന്തമാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് നോക്കി സമാധാനം കണ്ടെത്തുന്നത് മലയാളിയുടെ ഒരു കോമൺ സംഭവമാണ്. അതുപോലെ അയൽവക്കത്തെ ചേച്ചിമാർ തമ്മിൽ കമ്പയർ ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണ്. ഒന്ന് പിള്ളേരുടെ പ്രോഗ്രസ് കാർഡും, രണ്ട് കറണ്ട് ബില്ലും. ഇത് രണ്ടും ടാലി ആയില്ലെങ്കിൽ വൻ വിപ്ലവം തന്നെ ഒരു വീട്ടിൽ നടക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഈ കറണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ KSEBയിലെ ലാൻഡ് ഫോണും കറണ്ടിലാണ് പ്രവർത്തിക്കുന്നതാണ് എൻ്റെ ഒരു ഊഹം. കാരണം എപ്പോൾ കറണ്ട് പോകുമ്പോൾ വിളിച്ചാലും KSEB കിട്ടാറില്ല. പിന്നെ നമ്മൾ മലയാളിയുടെ ഒരു വലിയ പ്രത്യേകതയാണ്, ഇപ്പോൾ നമ്മൾ എത്ര അടിപൊളിയായിട്ട് ഒരുങ്ങിയെന്നൊക്കെ പറഞ്ഞാലും അമ്പലത്തിൽ പോകുമ്പോൾ മലയാളി ഏതെങ്കിലും കൂറ ചെരുപ്പിട്ടുകൊണ്ടേ പോകത്തുള്ളൂ. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ ഇത് ഓർക്കാതെ നല്ല ചെരുപ്പിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവൻ ആദ്യം പ്രാർത്ഥിക്കുന്നത് ദൈവമേ ചെരുപ്പ് കാത്തോണമെന്നായിരിക്കും. പക്ഷെ മലയാളിയുടെ ചിന്താഗതിയും ഡെഡിക്കേഷനും ഒക്കെ വേറെ ലെവലാണ്. ലോകം മൊത്തം വൈറസ് കയറി തീരാറായി നിന്നപ്പോഴും ബാക്കി എല്ലാവരും വാക്സിൻ ഉണ്ടാക്കാൻ വേണ്ടി ഓടിയപ്പോൾ മലയാളി ഓടിയത് വാറ്റുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് ബിവറേജ് തുറന്നപ്പോഴത്തേക്ക് ഈ 1 മീറ്റർ അകലം പാലിച്ച് ക്യൂ നിൽക്കണം എന്നുള്ളത് കൊണ്ട് ഈ 1 മീറ്റർ പാലിച്ച് തൊട്ടപ്പുറത്തെ പഞ്ചായത്തിൽ നിന്നൊക്കെ ക്യൂ നിന്ന് വന്ന് സാധനം മേടിച്ച ടീംസ് ഉണ്ട്. അതുപോലെ ഒരു ശരാശരി മലയാളിയുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന രണ്ട് സംഭവങ്ങളാണ്. ഒന്ന് റേഷൻ കട, രണ്ട് അക്ഷയ സെന്റർ. ഈ റേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചെങ്കിലും മലയാളികളുടെ റേഷൻ കാർഡിൽ നിന്ന് കുടുംബാംഗങ്ങളുടെ പേര് മാറ്റിയിട്ട് അവിടെ അവരുടെ വീട്ടിലെ കോഴിയുടെ പേരോ ഫോട്ടോയോ വല്ലതും വെക്കേണ്ട അവസ്ഥയാണ്. ചിലർ റേഷൻ മേടിക്കാൻ പോകുന്നത് തന്നെ കോഴിക്ക് റേഷൻ മേടിക്കാൻ പോകുമെന്നും പറഞ്ഞു. ഈ ബ്രോയിലർ കോഴി എന്നൊക്കെ പറയുന്ന പോലെ റേഷൻ കോഴി എന്നൊക്കെ പറയുന്ന സാധനം ഇറങ്ങാൻ വരെ സാധ്യതയുണ്ട്. അക്ഷയ സെന്ററിന്റെ കാര്യമാണെങ്കിൽ അക്ഷയ സെന്റർ എന്നുള്ള പേര് പോലും അക്ഷയ പാത്രം എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നാണ് വന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അക്ഷയ പാത്രത്തിൽ എത്ര കഴിച്ചാലും ഭക്ഷണം തീരത്തില്ല, അക്ഷയ സെന്ററിൽ എത്ര നിന്നാലും തിരക്കും തീരത്തില്ല. എല്ലാ അക്ഷയ സെന്ററിലും ഒരക്ഷമയായിട്ടുള്ളൊരു ചേച്ചിയും കാണും. എന്തെങ്കിലും സാധനം അതിന്റെ പരമാവധി ഉപയോഗിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അതിന്റെ ആയുസ് എത്തുന്നവരെ ഉപയോഗിക്കുന്ന കാര്യത്തിലും മലയാളിയാണ് എപ്പോഴും ഒന്നാമത്. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയിൽ ഒരാളൊരു കോള മേടിച്ച് കുടിച്ചാൽ അതിൻ്റെ കുപ്പി അവിടുത്തെ വേസ്റ്റ് ബിന്നിലിടും. ഇതേ കുപ്പി നമ്മൾ മലയാളികൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ആദ്യം സോപ്പ് വെള്ളത്തിൽ കഴുകും, പിന്നെ ചൂടുവെള്ളത്തിൽ കഴുകും, എന്നിട്ട് ഇത് സ്കൂളിലോ എവിടെങ്കിലും വെള്ളം കൊണ്ടുപോകാനായിട്ട് എടുക്കും. കുറച്ച് കാലപ്പഴക്കമൊക്കെ ഒന്ന് ഇതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് നമ്മളിത് മണ്ണെണ്ണ മേടിക്കാനായിട്ട് എടുക്കും. കുറച്ച് കാലം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് വെട്ടിപ്പൊളിച്ച് രണ്ടാക്കി മണ്ണും നിറച്ച് എന്തെങ്കിലും ചെടിയും നട്ട് വെക്കും. അതുപോലെ ഇപ്പോൾ TV, മിക്സി, അതുപോലെ എന്ത് സാധനമായാലും ഇത് നമ്മൾ ഇപ്പോൾ സാധാരണ ആൾക്കാരാണെങ്കിൽ അത് നന്നാക്കാനായിട്ട് ആളെ വിളിക്കും. ഇത് മലയാളികളാണെങ്കിൽ ഈ സാധനം 2 തട്ടിൽ ശരിയാക്കും. ഇപ്പോൾ എന്നെയും ഞങ്ങളുടെ വീട്ടിലെ TVയുടെ റിമോട്ടിനെയൊക്കെ അമ്മ ഒരുപോലാണ് നോക്കി വളർത്തിയത്. ഞങ്ങളെ 2 പേരും തല്ലിയാണ് അമ്മ നന്നാക്കിയത്. അച്ഛൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അച്ഛൻ വേറൊരു തരം ടിപ്പിക്കൽ മലയാളിയാണ്. കഴിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് അച്ഛന് ചെറിയൊരു ഗാന്ധിയൻ ടോണാണ്. ഉപ്പിന്റെ കാര്യം പറഞ്ഞ് എന്നും അമ്മയായിട്ട് സമരമാണ്. ഞാൻ പിന്നെ ഒന്നും പറയാറില്ല, കാരണം മലയാളി ഉപദേശിക്കുന്നത് ഗ്രീൻ ടീയിൽ പഞ്ചസാര ഇടുന്ന പോലാണ്, പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഈ മലയാളികളുടെ ഒരു ചിന്താഗതിയുടെ റൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് വരാന്തയിൽ കൂടെ നടന്നവൻ SSLC കിട്ടി, ഈയിടെ എയർപോർട്ടിൽ ബന്ധുവിനെ കൊണ്ടുവിടാൻ പോയ ഒരു പുള്ളിക്കാരന് ഗോൾഡൻ വിസ കിട്ടി. അതുപോലെ നമ്മൾ വല്ല ബീച്ചിലും പോകുമ്പോൾ വല്ല തിമിംഗല ഛർദിയും കിട്ടണമെന്നൊക്കെ ആയിരിക്കും മലയാളിയുടെ ആഗ്രഹം. ഇതൊന്നും എല്ലാ മലയാളിയെയും കുറിച്ചല്ല, കുറച്ച് ടിപ്പിക്കൽ മലയാളിയെ കുറിച്ചാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിതുവരെ മലയാളികളെ കുറിച്ച് നല്ലതൊന്നും പറഞ്ഞില്ലോ. ഏതെങ്കിലും മലയാളിക്ക് ആരെയെങ്കിലും കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കുമോ?